ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഞാൻ മുമ്പിട്ട വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് നമ്മുടെ സൂപ്പർ ചോക്ലേറ്റാണ്, മിൽക്കി സ്റ്റാറിൻ്റെ. നമ്മുടെ ഒരു കാരമലും പിന്നെ സ്ട്രോബെറിയുടെയും കൂടെ കണ്ടാൽ പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ ബബിൾ ഗം ആണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഈ ചോക്ലേറ്റ് വലിയ സുഖമില്ല. നമ്മുടെ പിന്നെ ഇത് നമ്മുടെ പേടയുടെ സ്ട്രോബെറി രണ്ടും കൂടെ മിക്സ് ഉള്ളതാണ്. പിന്നെ വരുന്ന ഈ മിൽക്ക് മോർ, അതും നല്ല സൂപ്പർ ചോക്ലേറ്റ്, മിൽക്ക് ഫ്ലേവർ തന്നെയാണ്. പിന്നെ ഈ ചോക്ലേറ്റ് എല്ലാവർക്കും കണ്ട് പരിചയം കാണുന്ന കോളേജിലൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ ഇതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നവർക്ക് ഓർമ്മ കാണുമായിരിക്കും. നല്ല കോയിൻ ചോക്ലേറ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്, ഓസമാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ പറ്റിക്കാം, കോയിനാന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. പിന്നെ പീനട്ടിൻ്റെ ചോക്ലേറ്റിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടോ? ഞാൻ കാണിച്ചില്ല ഇടയ്ക്ക്. അത് വലിയ സുഖം എനിക്ക് തോന്നിയില്ല. അത് നമ്മുടെ കടലമുട്ടയുടെ മണ്ടയിൽ കുറച്ച് ചോക്ലേറ്റ് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്, അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പുതിയ ലോഞ്ചിങ് ആയിരുന്നു അവരുടെ കട, പക്ഷേ എനിക്ക് സുഖം തോന്നിയില്ല. പാർലേജി ബിസ്ക്കറ്റിലൊക്കെ അറിയാമല്ലോ, 10 റുപ്പീസിൻ്റെ. അപ്പം ഇത്ര ഐറ്റംസാണ് മേടിച്ചത്. ഞാൻ ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദയവേത് മേടിക്കരുത്, അല്ലെങ്കിൽ നമുക്ക് പിള്ളേർക്ക് അസുഖം വരും. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊരു തെറ്റ് പറ്റിയായിരുന്നു, മേടിച്ച് തണുത്ത് പോയി കളയേണ്ടി വന്നു. അതുകൊണ്ടെല്ലാം നോക്കിയും കണ്ടുമൊക്കെ മേടിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലവ് യു ഓൾ.